ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഓവൺ ഒന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിലെന്തെങ്കിലുമൊക്കെ പൊടി ഉണ്ടെങ്കിൽ പോകാനാണ്. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ചോക്ലേറ്റ് കപ്പ് കേക്ക് വേണ്ടെങ്കിൽ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാതിരുന്നാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ കോഴിമുട്ട എടുക്കുന്ന ടൈമിലേക്ക് അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വാനില കപ്പ് കേക്ക് ആവും. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് കപ്പ് കേക്കാണ് ഉണ്ടാക്കുന്നതെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നേ ഇല്ല കേട്ടോ, ബേക്കിംഗ് പൗഡർ മാത്രം മതി. അല്പം ഉപ്പും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് ഒക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ കോഴിമുട്ടയൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ വെച്ചിട്ട് അതിലോട്ട് ഒരു കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. 3/4 കപ്പ് മൈദപ്പൊടിക്ക് 3/4 കപ്പ് പഞ്ചസാര സെയിം അളവിൽ എടുക്കണം, എങ്കിലേ നല്ല മധുരമൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താലും മതി കേട്ടോ, അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മളെ നോർമൽ പാല്. അപ്പോൾ അതും കൂടി ഒഴിച്ച് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ഒക്കെ ആയിട്ട് കിട്ടും. നമുക്ക് ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വാനില കേക്കാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ അല്പം വാനില എസൻസ് ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട്, അപ്പോൾ വാനില കേക്കും ആവും. ഇനി നമുക്കിത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ടിട്ട് മിക്സ് ചെയ്യുന്നില്ല, 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ കട്ട പിടിച്ചിട്ടൊക്കെ പോകും. അപ്പോൾ മാക്സിമം കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി, ബട്ടർ ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കപ്പ് കേക്കിനുള്ള മിക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിൽ ഒഴിച്ചിട്ട് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ദാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ ഇതേപോലത്തെ ഒരു കപ്പ് കേക്കിന്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മോൾഡ് ഒന്നും എല്ലാവരുടെ വീട്ടിലും ചിലപ്പോൾ ഉണ്ടാവണമെന്നൊന്നുമില്ല, അപ്പോൾ ഞാനുള്ളതുകൊണ്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇതേപോലത്തെ കപ്പ് ഉണ്ടാവല്ലോ, പ്ലാസ്റ്റിക്കിന്റെ കപ്പല്ല, ഇതേപോലത്തെ പേപ്പർ കപ്പ്. അപ്പം നമുക്ക് ഇതിലും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ കപ്പിലൊരു പകുതിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ എന്തെങ്കിലും പ്ലേറ്റോ സ്റ്റീലിൻ്റെ പ്ലേറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവല്ലോ, അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താലും മതി. അപ്പോൾ കപ്പ് മോൾഡ് ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഗ്ലാസ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന മോൾഡ് ഉള്ളതുകൊണ്ട് ആ മോൾഡ് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ്സിലും ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ കപ്പ് കേക്കൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ താഴെ ബേസിൽ ഒരു പേപ്പർ ഉണ്ടാവല്ലോ, അപ്പോൾ അതിവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ പേപ്പറും കൂടി ഉള്ളതുകൊണ്ട് അതും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ കപ്പ് കേക്ക് ആയിട്ട് പുറത്തേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതില്ലാത്തവർ ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കേക്കിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന ടൈമിൽ അത് മൊത്തമായിട്ട് ഒഴിക്കരുത്, ഒരു 3/4 ഭാഗമൊക്കെ ആയിട്ട് ഒഴിക്കാം. അപ്പോൾ ഞാനിത് ഉള്ളിത്തതിലേക്ക് ഒഴിക്കുന്നതുകൊണ്ട് ഫുൾ ഒഴിച്ചു കൊടുക്കുകയാണ്, അതിൻ്റെ മുകളിൽ വേറെ കവർ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാതും നമ്മൾ ഒഴിക്കുന്ന ടൈമിൽ ഒരു 3/4 ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിവിടെ ഓവൺ ഇല്ലാതെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു തട്ട് ഇറക്കി വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് ടൈം ഒന്ന് ചൂടായിട്ട് വരുന്ന ട്രേ ഒന്നത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ ഓവറൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് വെക്കാം. ഇത് അതിലേക്ക് ഞാൻ യൂസ് ചെയ്യാത്ത ഒരു തട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അടിയിൽ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, ബേക്ക് ചെയ്യുമ്പോൾ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ ഓൾറെഡി ചൂടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് കൈയൊന്നും പൊള്ളി പോവാതെ വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് മതി നമുക്കിത് ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫോർക്ക് വെച്ചിട്ട് കുത്തി നോക്കാം കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ഫോർക്കിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നമ്മുടെ കേക്ക് ഇതായിരുന്നു വിട്ട് വരുന്ന രീതിയിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പൊ നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിൽ നിന്ന് നമ്മുടെ മോൾഡ് മാറ്റി കൊടുക്കാം. അപ്പൊ ദാ നമ്മുടെ ചോക്ലേറ്റ് കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുട്ടികൾക്ക് ഒന്നും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട, നല്ല സിമ്പിളാണ് നമുക്കിത് വീട്ടിലുണ്ടാക്കാനായിട്ട്. വെറും ഒരു 20 മിനിറ്റ് മതി ഇത് ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട്. ഓവണൊന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റും ആണ് കേട്ടോ കേക്ക്. നമുക്കിതിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, അത്രയും സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് നമ്മുടെ കേക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. താങ്ക്